ട്രേഡിംഗ് ഒരു കരിയറാക്കാമോ? സ്റ്റോക്ക് ട്രേഡിംഗ് ആവട്ടെ, ഓപ്ഷൻ ട്രേഡിംഗ് ആവട്ടെ, അത് ഒരു കരിയറായി സ്വീകരിക്കാമോ എന്നോ എങ്ങനെയോ ഷെയർ മാർക്കറ്റ് എന്ന മേഖലയിലോട്ട് കടന്നു വന്ന് ട്രേഡിംഗ് ആരംഭിച്ച് തുടക്കത്തിൽ ലാഭവും പിന്നീട് നഷ്ടവും അങ്ങനെ ഇടകലർന്ന് വിജയം ഒരു മരീചനെ പോലെ അകന്നകന്നു പോകുമ്പോൾ, ആയുസ് അഥവാ സമയം കടന്നു പോകുമ്പോൾ ഏതൊരാൾക്കും തോന്നാവുന്ന ഒരാശങ്കയാണ്, അഥവാ എപ്പോഴും ഉള്ളിൽ മുഴങ്ങുന്ന ഒരു ചോദ്യമാണ് ട്രേഡിംഗ് ഒരു കരിയറായി സ്വീകരിക്കാമോ എന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. ഇത് മാർക്കറ്റ് വേവ്സ്. ഞാൻ സ്കറിയ പഴയമഠം. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇന്ന് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു? നിങ്ങൾ എന്ത് തൊഴിലാണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അതേ തൊഴിൽ തന്നെ നിങ്ങൾ തുടരുന്നത്? അത് പ്രൈവറ്റ് സെക്ടർ ആവട്ടെ, ഗവൺമെൻറ് മേഖലയാവട്ടെ, ഒരു സ്വയം തൊഴിലാവട്ടെ, ഒരു കാർഷിക വൃത്തിയാവട്ടെ, എന്ത് തൊഴിലായിരുന്നാലും ആ മേഖലയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ആ മേഖലയിൽ എത്തിപ്പെട്ടത്? ഒരുപക്ഷെ നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യതയാവാം നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിലോട്ട് കടന്നു വരാൻ അടിസ്ഥാനമായ ഒരു കാരണമായത്. എന്നാൽ ആ ഒരു മേഖലയിൽ നമ്മൾക്ക് ലഭിച്ച ആ ഒരു തൊഴിൽ നമ്മൾ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം വേറൊന്ന്, പക്ഷേ ചെയ്യേണ്ട പ്രവൃത്തി മറ്റൊന്നാണ് എന്ന്. അവിടെ നമുക്ക് തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു തരാൻ, ഇൻസ്ട്രക്ഷൻസ് തരാൻ തീർച്ചയായും ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും, അഥവാ ഒരു മെൻറ്റർ ഉണ്ടാവും. ഷെയർ മാർക്കറ്റ് മേഖലയുടെ ഒരു പ്രധാന ന്യൂനത എന്ന് പറയുന്നത്, നമ്മൾ വ്യക്തിപരമായി ഈ മേഖലയിൽ വിജയിച്ച ആരെയെങ്കിലും കണ്ടിട്ടായിരിക്കില്ല വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. നമ്മൾ വന്നത് നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരൊക്കെയോ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു കേട്ടതോ, അതല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് കണ്ടതിൽ നിന്നോ, യൂട്യൂബ് ചാനലുകളിൽ നിന്നെല്ലാം ഏതെങ്കിലും വീഡിയോസ് കണ്ടതിൽ നിന്നോ ആവാം നമ്മൾ യാദൃശ്ചിക ഈ മേഖലയിൽ എത്തിയത്. കാര്യമായ അറിവുകളൊന്നും സമ്പാദിക്കാതെയാണ്. എന്നാൽ ആദ്യം ട്രേഡ് ചെയ്തപ്പോൾ പലപ്പോഴും ലാഭം കിട്ടിയിരുന്നു, പിന്നീട് അത് നഷ്ടങ്ങളിലേക്ക് വഴിമാറി. എന്നാൽ തുടർന്ന് ലാഭനഷ്ടങ്ങൾ ഇടകലർന്ന് നഷ്ടത്തിൻ്റെ ഭാഗം മാത്രം താണു നിൽക്കുന്ന ഒരവസ്ഥയിൽ എത്തുമ്പോഴാണ് ഇത്തരം ഒരു ചോദ്യം വന്നത്. എന്നാൽ നമ്മൾ എത്തിപ്പെട്ട ഒരു മേഖലയിൽ, ഒരു തൊഴിലിടത്തിൽ നമ്മൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ തരാൻ ആളുണ്ടായിരുന്നുകൊണ്ട്, ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ആ മേഖലയിൽ പതിയെ പതിയെ മെച്ചപ്പെട്ടു വന്നു. അങ്ങനെയാണ് നമ്മൾ ആ തൊഴിലിൽ ഒരു എക്സ്പേർട്ടായി മാറിയത്. എന്നാൽ അവിടെ നമ്മൾക്ക് കൃത്യമായും നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു വരുമാനം തരാനുള്ള സാധ്യതയുണ്ടായി എന്നതുകൊണ്ടാണ് തുടക്കത്തിൽ നമ്മൾ ആ മേഖലയിൽ പിടിച്ചു നിൽക്കാനുള്ള കാരണമായത്. അങ്ങനെ ആ തൊഴിലിനെ ആശ്രയിച്ച് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനത്തെ നിലനിർത്താൻ വേണ്ടി നമ്മൾ തുടർന്ന് അതേ മേഖലയിൽ പ്രവർത്തിച്ചപ്പോൾ നമ്മൾ പതിയെ പതിയെ ആ മേഖലയിൽ എക്സ്പേർട്ട് ആവുകയായിരുന്നു. എന്നാൽ ഷെയർ മാർക്കറ്റ് മേഖലയിൽ, ട്രേഡിങ്ങിൽ പ്രത്യേകിച്ചും അത്തരത്തിലുള്ള ഒരു വരുമാനം തുടക്കകാലത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ആ മേഖലയിൽ ഇത്തരം ഒരു ആശങ്കയ്ക്ക് കാരണമാകുന്നത്. നമ്മൾ നിരന്തരമായി അത് ഇടപെടുമ്പോൾ, ചാർട്ടുകൾ കാണുമ്പോൾ, അതിൻ്റെ മൂവ്മെൻറ്റ് ലൈവായി വാച്ച് ചെയ്യുമ്പോൾ നമ്മൾക്കത് ബോധ്യമാകുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾക്ക് നേടാൻ കഴിയുന്ന അറിവുകൾ യൂട്യൂബിൽ നിന്നോ മറ്റ് വായിച്ചതിൽ നിന്നോ അതല്ലെങ്കിൽ അനുഭവസ്ഥർ പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ നിന്നോ മനസ്സിലാക്കി അത്തരത്തിലുള്ള ഒരു കപ്പാസിറ്റി, ഒരു എബിലിറ്റി നേടാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്കതിൽ വിജയിക്കാൻ കഴിയുക. ഇന്ന് ഈ തരം അനലൈസേഷൻ, നമ്മളുടെ അനലൈസേഷൻ ശരിയാകുന്നുണ്ടോ, നമ്മളുടെ ട്രേഡിംഗ് ശരിയാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ഒരുപാട് വഴികളുണ്ട്. ഞാനൊക്കെ തുടങ്ങിയ കാലത്ത് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിലും, ഇനി ഷെയർസ് വാങ്ങി അതിൻ്റെ ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിലും അത് റിയൽ മണി ഉപയോഗിച്ച് ചെയ്യേണ്ടിയിരുന്ന ഒരവസ്ഥയായിരുന്നു. നമ്മൾ അനലൈസ് ചെയ്തു, ഇൻഡെക്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ വില ഉയരുമെന്ന് തോന്നി നമ്മൾ വാങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന ആ നിമിഷം മുതൽ അത് പുറകോട്ട് പോരാൻ തുടങ്ങിയിരിക്കും. അവസാനം അത് നഷ്ടത്തിൽ മാത്രമായിരുന്നു കലാശിക്കുക. അത്തരത്തിൽ സംഭവിക്കുമ്പോൾ നമ്മളുടെ ഒരു മനോധൈര്യം, ട്രേഡിങ്ങിൽ ഏർപ്പെടാനുള്ള മനോധൈര്യം നഷ്ടമാകുകയായിരുന്നു ചെയ്തത്. പിന്നീട് എത്ര തന്നെ മികച്ച രീതിയിൽ അനലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ പോലും
ട്രേഡ് ചെയ്യാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലോട്ട് കൂപ്പുകുത്തുകയായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം മികച്ച രീതിയിൽ ട്രേഡിങ്ങിനെ ഒരു കരിയറായി സ്വീകരിക്കത്തക്ക രീതിയിൽ അവനവന് ഡെവലപ്പ് ആവാനുള്ള ഒട്ടനവധി വഴികൾ ഉണ്ട്. വിവിധ യൂട്യൂബ് ചാനലുകൾ പരിശോധിച്ചാൽ അവിടെ കൃത്യമായ വിവരങ്ങൾ അനുഭവസ്ഥർ പങ്കുവച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഈ കണ്ടത് നിങ്ങൾക്ക് അപ്പാടെ വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല. അവയെ നിങ്ങൾ പരിശോധിച്ച് നോക്കണം, ബാക്ക് ടെസ്റ്റ് ചെയ്യുക എന്നാണ് പലപ്പോഴും പറയാറ്. അതിന് ആ ചാർട്ടുകളെ ഇത് സംഭവിക്കുന്നുണ്ടോ എന്നത് മനസ്സിലാക്കി തുടർന്ന് ലൈവ് മാർക്കറ്റിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുകയാണ് വേണ്ടത്. ആ തരത്തിൽ സംഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ അനലൈസേഷൻ ശരിയാകുന്നുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് നോക്കാം. അതിനിന്ന് മാർക്കറ്റിൽ പേപ്പർ ട്രേഡിംഗ്, മോക്ക് ട്രേഡിംഗ് ആപ്പുകൾ ഇഷ്ടംപോലെ ലഭ്യമാണ്. അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച്, ഇപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള ഒരു പേപ്പർ ട്രേഡിംഗ് ആപ്പാണ് ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത്. അതിൽ ഓപ്ഷൻ്റെ റേറ്റുകളെല്ലാം നമ്മുടെ സാധാരണ ബ്രോക്കറുടെ ടെർമിനൽ മാറുന്ന അതേ വേഗതയിൽ അതേ കൃത്യതയോടെ മാറുന്നു. കൃത്യമായ ഓർഡർ, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ബ്രോക്കറുടെ ടെർമിനലിൽ ഒരു ഓർഡർ പോസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യാൻ കഴിയുകയും അതിൻ്റെ ലാഭവും നഷ്ടവും അപ്പോൾ തന്നെ അതിൻ്റെ ഇതിൽ പ്രോഫിറ്റ് ബോക്സിൽ കാണിക്കും. അതിനനുസരിച്ച് നമുക്കത് കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയും. ഈ തരത്തിൽ പേപ്പർ ട്രേഡിംഗ് ചെയ്ത് നമ്മളുടെ അനലൈസേഷൻ ശരിയാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി 1 മാസമോ 2 മാസമോ 3 മാസമോ എത്ര സമയമാണോ നിങ്ങൾക്ക് വേണ്ടത്, അതിന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ആ സമയത്തോളം നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് ശരിയാകുന്നു എന്ന് തോന്നുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി വാങ്ങി ട്രേഡ് ചെയ്ത്, റിയൽ മണി ഉപയോഗിച്ച് ചെറിയ ക്വാണ്ടിറ്റി വാങ്ങി ട്രേഡ് ചെയ്ത് അതും പ്രോഫിറ്റിലെത്തുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി സൈസ് പതുക്കെ കൂട്ടേണ്ടി വരുന്നത്. ഒരു ഇൻട്രാഡേ ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ച് 1000 പോയിൻറ്റോ 500 പോയിൻറ്റോ 200 പോയിൻറ്റോ ഒന്നും മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ 4 മണിക്കൂറൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യവുമില്ല. ഒരു ട്രേഡിൽ എൻ്ററായി ഒരു 10 മിനിറ്റ് നേരം കൃത്യമായും പ്രൈസ് എങ്ങോട്ട് പോകും എന്ന് കൃത്യമായി നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ വാങ്ങി അത് 6 പോയിൻ്റ് ആവട്ടെ 8 പോയിൻ്റ് ആവട്ടെ 10 പോയിൻ്റ് ആവട്ടെ എത്രയോ പോയിന്റുകൾ നേടാൻ കഴിയുന്നു എന്ന ഒരു അവസ്ഥ, അതിനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും ആർക്കും അക്ഷരാഭ്യാസത്തിൻ്റെ കാര്യങ്ങളില്ല ഇതിനകത്ത്. അവനവൻ്റെ പ്രായമോ പക്വതയോ ഒന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് ഈ സ്കില്ലുണ്ടോ, അത് നേടാൻ പറ്റുന്നുണ്ടോ, അത് നിങ്ങൾക്ക് സ്വയം ഡെവലപ്പാക്കി കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അത് നിങ്ങളുടെ ചിന്തയാണ് അതിനകത്തെ പ്രധാന കാര്യം. അപ്പം നിങ്ങളുടെ ആവശ്യം, നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ട്രേഡർ ആകാൻ കഴിയുമോ, അല്ലെങ്കിൽ ഒരു ട്രേഡർ ആകാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇതൊരു സ്ഥിര വരുമാനം നൽകുന്ന ഒരു തൊഴിലായി സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളിൽ തന്നെയാണ്. നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാകുമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ചാർട്ട് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ, പഠിക്കാൻ, അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ, പരിശ്രമിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ട്രേഡർ ആകാൻ കഴിയും. നിങ്ങൾക്കൊരു സ്ഥിര വരുമാനവും ഉണ്ടാക്കാൻ കഴിയും എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ തരത്തിൽ ഞാൻ സംവദിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, മാർക്കറ്റ് വേവ്സ് ദിവസവും പബ്ലിഷ് ചെയ്യുന്ന, എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 7:30 പബ്ലിഷ് ചെയ്യുന്ന നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. വാച്ച് ചെയ്തിട്ടുള്ളവർക്ക് അതറിയാം, അതിൻ്റെ കൃത്യത, അത് തരുന്ന ലെവലുകൾ അതിനകത്ത് ഞാൻ വിശദമായി പറയുന്നുണ്ട്. നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ അത് ഇന്നടത്ത് ഓപ്പൺ ആയാൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്ന പോലെ ചെയ്യും എന്ന് പറയുന്ന വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ നിങ്ങൾക്ക് കണ്ടാൽ, നോക്കിയാൽ ആ ലെവലുകൾ എത്ര വൃത്തിയായി എത്ര കൃത്യതയോടെ പെരുമാറുന്നു, ഓൾമോസ്റ്റ് 80-90% എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്നൊരു ദിവസം നേടിയ കഴിവല്ല. ദീർഘകാലമായി ഈ മേഖലയിൽ പ്രവർത്തിച്ച് അതിനകത്തെ കണ്ട് കേട്ട് ഞാൻ പഠിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ഞാൻ ഈ മേഖലയിൽ വരുന്ന കാലത്ത് ഇന്ന് ലഭിക്കുന്ന ഒരറിവുകളും ലഭിക്കാനുള്ള ഒരു മാർഗങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിരന്തരം ചാർട്ടുമായി കണ്ട് ശീലിച്ചതിൽ നിന്നും ഇതെങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നതെന്ന് ഒരു പരിധിവരെ സ്വന്തം ചിന്തകളിലൂടെ എത്തിച്ചേർന്നതാണ് എന്നാണ് ഞാൻ നോക്കുമ്പോൾ. ഇത് എത്ര ദൂരത്തോട്ട് പോകും, അല്ലെങ്കിൽ എത്രയധികം പോയിന്റ് കയറുമെന്നൊന്നും അറിയേണ്ട ആവശ്യം എനിക്കില്ല എന്ന് എനിക്ക് ബോധ്യമായി. ഇത് ഇത്ര പോയിന്റ് മൂവ് ചെയ്യുമോ, അങ്ങനെയെങ്കിൽ ഓപ്ഷൻ എത്ര ചലിക്കും, അതാണ് ഞാൻ നിരീക്ഷിച്ചു വെച്ചത്. ആ തരത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ തീർച്ചയായും 10 പോയിന്റ് 20 പോയിന്റ് 40 പോയിന്റ് ഒക്കെ വളരെ ലോങ് ടാർഗറ്റും ചെറിയ ടാർഗറ്റുകൾ എടുത്തുകൊണ്ട് നിരന്തരമായി ട്രേഡ് ചെയ്യാനും എനിക്ക് സാധ്യമാകുന്നുണ്ട്. ഇത് ഏതൊരാൾക്കും വളരെ ഈസിയായി സാധിക്കും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ പറയുന്ന
ഡെയിലി ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്ന വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആരൊരാൾക്കും ആഗ്രഹമുണ്ടോ, ആവശ്യമുണ്ടോ, പരിശ്രമിക്കുമോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേഡർ ആകാൻ കഴിയും. ട്രേഡിംഗ് ഒരു കരിയറായി, ഒരു സ്ഥിര വരുമാനമായി നൽകുന്ന കരിയറായി സ്വീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു. താങ്ക്